ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ടിപ്സുകൾ കൊണ്ട് തന്നെയാണ്. നമ്മളൊക്കെ പച്ചക്കപ്പ് വാങ്ങിക്കാറുണ്ടല്ലോ, പല സ്ഥലത്തും പല പേരുകളിൽ അറിയപ്പെടും. മരച്ചീനി, പൂള എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ആ പച്ചക്കപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ്. അത് വാങ്ങിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ കറുത്ത് പോകാറുണ്ടല്ലേ, അല്ലെങ്കിൽ കയ്പ്പായിരിക്കും അതിന്. അപ്പോൾ ആ കയ്പ്പൊക്കെ എങ്ങനെ വേഗം മാറ്റിയെടുക്കാം, അതുപോലെ തന്നെ കറക്കാതെ എങ്ങനെ കുറച്ച് നാൾ കേടുകൂടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമേ തന്നെ നമ്മൾ പച്ചക്കപ്പ വാങ്ങിക്കുന്ന സമയങ്ങളിൽ അതിൻ്റെ ആ ഒരു തണ്ടോടുകൂടി തന്നെ, അതായത് കണ്ടോ വേരിൻ്റെ ആ ഭാഗത്തുനിന്ന് വരുന്ന ആ തണ്ടോടുകൂടി തന്നെ സൂക്ഷിക്കുവാണെങ്കിൽ, മുട്ടി എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇനി പറയുന്നത്, മുട്ടിയിൽ തന്നെ, അതായത് കപ്പ നമ്മൾ അടർത്തിയെടുക്കാതെ മുട്ടിയിൽ തന്നെ സൂക്ഷിക്കുവാണെങ്കിൽ ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കും. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മണ്ണിൽ പൂഴ്ത്തി വയ്ക്കാം, അങ്ങനെയും കേടുകൂടാതിരിക്കാനായിട്ട് സഹായിക്കും. നല്ല മണ്ണ്, നനഞ്ഞ മണ്ണുണ്ടെങ്കിൽ അത് നമ്മളുടെ കപ്പയിൽ മൂടി വയ്ക്കുവാണെങ്കിൽ അതുപോലെ തന്നെ കപ്പ നല്ല ഫ്രഷായിട്ട് കുറേ ദിവസം ഇരിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം. അടുത്ത ടിപ്സ് നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കപ്പയാണ് കേട്ടോ. നമുക്കിപ്പം ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും, നമുക്ക് മണ്ണോ ഒന്നുമില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് എങ്ങനെ കറുത്ത് പോകാതെ നമ്മളുടെ കപ്പ സൂക്ഷിക്കാൻ നോക്കാം. അപ്പം ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. കപ്പ നല്ല വൃത്തിയാക്കിയ കപ്പ എടുക്കുക. അതിനുശേഷം അതൊരു വലിയ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മളുടെ കപ്പ സൂക്ഷിക്കാൻ എടുക്കുന്ന പാത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ പാത്രം എടുക്കണേ. അത് നികപ്പം നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു പാത്രം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഞാനിവിടെ ഇതുപോലൊരു പാത്രത്തിലാണ് എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു കപ്പ നികപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്, ഫ്രിഡ്ജിലാണ്, ഫ്രീസറിലല്ല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നന്നായിട്ട് നല്ല കളറൊന്നും പോവാതെ തന്നെ നമ്മളുടെ കപ്പ നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലൊരു ടിപ്പാണ്. ഇതുപോലെ വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കപ്പ നമ്മൾ പുഴുക്കാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൊത്തി നുറുക്കി വെള്ളത്തിലിട്ട് വേവിച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 3 തവണയെങ്കിലും, കട്ടുള്ള ഒരുമാതിരി ചെറിയ കയ്പുള്ള കപ്പയാണെങ്കിൽ നിങ്ങൾ 3 തവണയെങ്കിലും ഒന്ന് തിളപ്പിച്ച് വെള്ളം ഊറ്റിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി തിളപ്പിച്ച് വെള്ളം ഊറ്റി കളയുക. അങ്ങനെ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യുവാണെങ്കിൽ കയ്പ്പ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. കയ്പ്പ് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. അതുപോലെ തന്നെ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതുപോലെ വരും, നല്ല തിളച്ച് വരുമ്പോഴത്തേനും ഈ ഒരു കളറിലേക്ക് വരും. ആ ഒരു കപ്പവെള്ളം കൊണ്ട് നമുക്കൊരു ടിപ്പുണ്ട്. അത് പറഞ്ഞാൽ നമ്മളുടെ തുണിയൊക്കെ പശ മുക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. നല്ല സ്റ്റിഫായി കിട്ടും. അപ്പം പശ മുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു കപ്പവെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കൊത്തി നുറുക്കി വേവിച്ച കപ്പയാണിത് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ എടുത്തു കഴിയുമ്പോഴും ചെറിയൊരു കയ്പ്പ് കാണുമല്ലേ, അതിന് ചെറുതായിട്ട് കയ്പ്പ് കാണും. ഒരു 3 തവണയൊക്കെ കഴുകിയാൽ പോലും, അതായത് വെള്ളം തിളപ്പിച്ച് കളഞ്ഞാൽ പോലും ചിലപ്പം കയ്പ്പ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് നിശേഷം പോകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. നല്ല കയ്പ്പുള്ള കപ്പയാണെങ്കിലാണ് കേട്ടോ ഈ ടിപ്പ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ കൊത്തി നുറുക്കിയതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ കയ്പ്പ് വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ബൗളിലിട്ട് കൊടുത്തതിന് ശേഷം നികപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കാം. പിറ്റേ ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് ഒരു തുള്ളി പോലും കാണത്തില്ല. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.